അടുത്ത ഭൗതികശാസ്ത്രത്തിലെ ചാപ്റ്ററാണ് ഊർജത്തിൻ്റെ ഉറവകൾ. ഇത് 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്, 5ാമത്തെ ചാപ്റ്ററാണ് ഊർജത്തിൻ്റെ ഉറവകൾ. ഓക്കെ, അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. ആദ്യം അതിൽ പ്രധാനമായി പറയുന്നത് ഇന്ധനങ്ങളെ കുറിച്ചിട്ടാണ്. ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. അപ്പോൾ വിറക്, കൽക്കരി മുതലായവ ഖര ഇന്ധനങ്ങളാണ്. ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ ദ്രാവക ഇന്ധനങ്ങളാണ്. ഓക്കെ, പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ഈ ഡീസൽ, മണ്ണെണ്ണ മുതലായവയൊക്കെ. ഇനി LPG, CNG, ഹൈഡ്രജൻ മുതലായവ വാതക ഇന്ധനങ്ങളാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഇന്ധനങ്ങളെ. ഏതൊക്കെയാണ്? ഖര ഇന്ധനങ്ങൾ, ദ്രാവക ഇന്ധനങ്ങൾ, വാതക ഇന്ധനങ്ങൾ. ഇനി ഏവിയേഷൻ ഫ്യൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ്. ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നതിന് കാരണം ജ്വലനമാണ്. അതിനാൽ ഇന്ധനങ്ങളെല്ലാം ഊർജ സ്രോതസ്സുകളാണ്. ഇനി ആഹാരം ഒരു ഊർജ സ്രോതസ്സാണ്. അപ്പം ആഹാരത്തിൽ നിന്നാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത്. ഇനി ഏതൊരു വസ്തു കത്തുവാനും വായു ആവശ്യമാണ്. ഈ വായുവിലെ ഓക്സിജനാണ് വസ്തുക്കളെ കത്താനായിട്ട് സഹായിക്കുന്നത്. ഇനി ഇന്ധനങ്ങൾ കത്താനും വായു ആവശ്യമാണ്. ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത്. ഇനി ശരീരത്തിൽ എങ്ങനെയാണ് ഊർജം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ശരീരത്തിൽ ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്. ഇനി ശ്വസനത്തിലൂടെയാണ് ശരീരത്തിൽ ഓക്സിജൻ എത്തുന്നത്. പെട്രോളിയം റിഫൈനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ, പെട്രോൾ തുടങ്ങിയവയെ വേർതിരിക്കുന്ന കേന്ദ്രങ്ങളാണ് പെട്രോളിയം റിഫൈനറി. ഇനി അടുപ്പിൽ വിറക് കത്താനായി ഊതുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ശരിയായ വായു സഞ്ചാരമുള്ള അടുപ്പിൽ വിറക് നന്നായി കത്തുന്നു. ഇനി മെച്ചപ്പെട്ട അടുപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാകണം. ഇന്ധനം പരമാവധി പ്രയോജനപ്പെടുത്തി താപം നൽകുന്ന അടുപ്പായിരിക്കണം. വായു സഞ്ചാരം സുഗമമാക്കണം. ഉണ്ടാകുന്ന ചൂട് മുഴുവൻ പാത്രത്തിന് ലഭിക്കണം. പാചകം എളുപ്പമാക്കാനും ഇന്ധനം ലാഭിക്കാനും ഇത് സഹായിക്കുന്നു. ഊർജ സ്രോതസ്സുകളെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെന്നും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെന്നും തരംതിരിച്ചിരിക്കുന്നു. പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെ നമ്മൾ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നും പറയും. അപ്പോൾ പെട്രോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് പെട്രോളിയം എന്ന് പറയുന്നത്. ഇനി പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് കൽക്കരി. ഓക്കെ, അപ്പോൾ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് പെട്രോളിയം. കൽക്കരി എന്ന് വെച്ചാൽ പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ആണ് കൽക്കരി ഉണ്ടാകുന്നത്. പെട്രോളിയം, കൽക്കരി എന്നിവ ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. സോ അതുകൊണ്ടാണ് ഇവയെ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി വിറക് ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ തീർന്നു പോകുന്ന ഇന്ധനങ്ങളാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ. പെട്രോളിയത്തിൻ്റെ ഉപയോഗങ്ങൾ. അപ്പോൾ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാറ്, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിന് പെട്രോൾ ഉപയോഗിക്കുന്നു. കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് പെട്രോൾ ഉപയോഗിക്കുന്നു. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ, അതായത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണ്. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. സൗരോർജം, കാറ്റ്, തിരമാല. ഇനി സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ. സോളാർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു? സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇനി സൗരോർജ പാനലുകൾ എന്ന് വെച്ചാൽ സോളാർ സെല്ലുകളുടെ നിരകളാണ് സൗരോർജ പാനലുകൾ. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികളാണിവ. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികളാണിവ. സൗരോർജത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? ഒന്നാമത് തന്നെ മലിനീകരണം ഉണ്ടാകുന്നില്ല. മലിനീകരണം ഉണ്ടാകുന്നില്ല.
രണ്ടാമത് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നില്ല. പിന്നെ സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് വിളക്കുകൾ, കുക്കറുകൾ, വാട്ടർ ഹീറ്ററുകൾ, കാൽക്കുലേറ്ററുകൾ. കോഴിമുട്ട വിരിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇൻക്യുബേറ്റർ. ഇതിൽ ഏതുതരം ബൾബാണ് കൂടുതൽ അഭികാമ്യം എന്ന് ചോദിച്ചാൽ ഫിലമെൻ്റ് ബൾബാണ്. ഇനി വലിയ കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെയാണ് കാറ്റിൽ നിന്ന് ഊർജ്ജോൽപാദനം നടക്കുന്നത്. കാറ്റിൻ്റെ ശക്തിയിൽ കാറ്റാടി കറങ്ങുകയും ഈ കറക്കം ജനറേറ്ററിനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്താണ് വൈദ്യുതി ഉണ്ടാകുന്നത്. പെട്രോളിയം, കൽക്കരി എന്നീ ഇന്ധനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ ഭാവിയിൽ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് സാധിക്കൂ. ഫിലമെൻ്റ് ബൾബ് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ വൈദ്യുതി അത്യാവശ്യമാണ്. എന്നാൽ CFL ബൾബ് പ്രവർത്തിക്കുന്നതിന് വളരെ കുറച്ച് വൈദ്യുതി മതി. ഇതിനാൽ ഊർജ്ജം ലാഭിക്കുന്നതിന് നല്ലത് CFL ബൾബാണ്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്ന് പറയുന്നത് എന്നാണ്? ഡിസംബർ 14. ഓക്കെ.